വചനത്തെ മാംസം ധരിപ്പിച്ച് ഇതാ തൻ്റെ ചാർച്ചക്കാരിയായ ഇളമയായ എലിസബത്ത് നമ്മുടെ വീട്ടിലേക്ക് മാതാവ് കടന്നു ചെയ്യുന്നു, വിശുദ്ധൻ കടന്നു ചെയ്യുന്നു. ഇതൊക്കെ സുവിശേഷം 1:39 വായിക്കുന്നു. ആ വീട്ടിൽ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ എലിസബത്തിനെ കണ്ടതും പരിശുദ്ധ മറിയം എലിസബത്തിനെ അഭിവാദ്യം ചെയ്തു. വചനം സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്, മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. എന്തൊരു മഹത്വമാണ്! ഹല്ലേലൂയ. മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ആമേൻ. എന്തോ ഒരു വാക്ക് പറഞ്ഞ് അഭിവാദ്യം ചെയ്തു. അത് ബൈബിൾ എഴുതിയിട്ടില്ല. അത് ഹല്ലേലൂയ എന്ന വാക്കാണെന്ന് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു തന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം മുന്നോട്ട് വേണ്ടി പറയാം, അത് കേൾക്കുന്നവർക്ക്. അവിടെ എന്ത് വാക്ക് പറഞ്ഞാൽ മറിയം അഭിവാദ്യം ചെയ്ത ബൈബിളിലില്ല. ബൈബിൾ വായിച്ചൊക്കെ കാണാൻ സാധിക്കും. അതിന് ഉത്തരം ഞാൻ കർത്താവോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരമാണ്. അനേക വർഷങ്ങൾക്ക് മുമ്പ് മറിയം പറഞ്ഞ വാക്കാണ് ഹല്ലേലൂയ. മറിയം അഭിവാദ്യം ചെയ്ത വാക്ക് പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ് അഭിവാദ്യം ചെയ്തു. എന്നിട്ട് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രൈസ് ദി ലോർഡ് എന്നാണ്. അതൊരു ഹീബ്രു വാക്കാണ്, അത് എബ്രായ വാക്കാണ്. ദൈവത്തിന് സ്തുതി എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ മറിയം പറയാണ് ഹല്ലേലൂയ എന്ന് എലിസബത്തിനെ കണ്ടതും ഇബ്രായ ഭാഷയിൽ അവളെ അഭിവാദ്യം ചെയ്തു. എലിസബത്ത് പറയാണ്, നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശുവിന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു ഒറ്റ അഭിവാദന സ്വരം മാത്രം മറിയത്തിൽ നിന്ന് വന്നു. ഒരൊറ്റ വാക്കുകൊണ്ട് എലിസബത്ത് പരിശുദ്ധാത്മാവിൽ പൂരിതയായിട്ട് മാറി. ഓ, എന്തൊരു മഹത്വമാണല്ലേ! ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ ഇതാ എലിസബത്ത് അമ്മ വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരുന്നവള് 70 വയസ്സിലേറെ പ്രായമുള്ള ആ പ്രായത്തിൽ ഗർഭം ധരിച്ചു. അതിൻ്റെതായ ആയുഷ്കൾ ജീവിക്കുകയാണ്. അപ്പോഴുണ്ട് ഇവിടെ തൻ്റെ സഹോദരിയുടെ പുത്രി വന്ന് പറയുകയാണ് ഹല്ലേലൂയ എന്നൊരൊറ്റ വാക്ക് പറഞ്ഞതും ഒരു വലിയ കരണ്ടടിക്കുന്നവരാണ് എലിസബത്തിലേക്ക് ശക്തി പാഞ്ഞു വന്നത്. ഒറ്റ നിമിഷം അവൾ ഉണർന്നവള് ആ വാർദ്ധക്യങ്ങളെ വിട്ടുമാറി. അവൾ വിളിച്ചു ചോദിക്കുകയാണ്, അവൾ വിളിച്ചു പറയാ, നീ സ്ത്രീയിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. എലിസബത്തിലേക്ക് വന്ന പരിശുദ്ധാത്മാവ് എലിസബത്തിന്റെ അതിർത്തിലുള്ള വിളിച്ചു പറയാണ്, യു ആർ ബ്ലെസ്ഡ് among women and the fruit in your womb is blessed. നീ സ്ത്രീകൾ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതമാണ്. എന്നിട്ട് പറയാണ്, നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശുവിന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചാടി. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് ഇവിടെ നിന്ന്. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ അമ്മ. ആ വാർദ്ധക്യത്തിൽ ആ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിച്ച എലിസബത്ത് പറയാണ്, ഈ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. ഹല്ലേലൂയ. അവർക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു വലിയ വലിയ കാര്യമായിരുന്നു അത്. എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കർത്താവിൻ്റെ അമ്മയാണ് എന്ന് എലിസബത്തിലേക്ക് വന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുകയാണ് എലിസബത്തിനോട്. അതുകൊണ്ടാണ് എലിസബത്ത് വിളിച്ചു പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. ഈ കർത്താവിൻ്റെ അമ്മ, ഈ ഫാത്തിമ മാതാവ് ഇതിന്റെ ഒരാളെ ഭാഗ്യം നമുക്ക് എവിടെ നിന്ന്. ദൈവത്തിന്റെ വലിയ അനുഗ്രഹം. കർത്താവിന്റെ അമ്മയെന്നാണ് എലിസബത്ത് വിളിച്ചു പറഞ്ഞത്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞേ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയമെല്ലാം വിശ്വസിച്ചു. അവൾ അനുഗ്രഹീതയാണ്, അവൾ ഭാഗ്യവതിയായിട്ട് മാറി. അപ്പൊ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ തന്റെ വചനങ്ങളാണത്. ദൈവത്തിന്റെ വചനങ്ങൾ നിറവേറപ്പെടുമെന്ന് ആര് വിശ്വസിക്കുന്നുവോ അവർ ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കണം, ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാകണം. ദൈവത്തിന്റെ വാക്കാണ്, ദൈവത്തിന്റെ വാക്ക്. ഇവിടെ പറയുന്ന ഓരോ വാക്കുകളും ഇറ്റ് ഈസ് ഫോർ യു, അത് നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്.
അതിലേക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല, നിനക്ക് വേണ്ടിയിട്ടുള്ളതാ. അപ്പോൾ നിന്നിലത് മാംസം ധരിക്കപ്പെടും, നീ വിശ്വസിക്കണം. ഇത് എന്നോട് പറയുന്ന കാര്യമാണ്, എനിക്കുള്ള വാക്കാണിത്. അത് ഈ പ്രപഞ്ചം കേൾക്കണം, ആത്മാക്കൾ കേൾക്കണം, അവരറിയണം അത് നിനക്കുള്ളതാണിത്. നഷ്ടപ്പെട്ട് കിടക്കുന്ന കോടിക്കണക്ക് ആത്മാക്കളിൽ ഓരോ ആത്മാക്കളും അറിയണം, ഇറ്റ്സ് ഫോർ യു. ഇത് നിനക്കുള്ളതാണ് ഈ വചനം. അതോടെ മാംസം ധരിക്കപ്പെടണം. എൻ്റെ കർത്താവിൻ്റെ അമ്മ, ഈ നഗരത്തിൽ ഒരാളെ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഈ നഗരം വിളിച്ച് ചോദിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ ഭവനത്തിൽ ഒരാളെ ഭാഗ്യം എവിടെ നിന്ന് ഈ നഗരത്തിലെ മനുഷ്യരെ വിളിച്ച് ചോദിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ അമ്മ ഈ ഭൂമിയിൽ വരാൻ, ദേശത്ത് വരാൻ എനിക്ക് എന്ത് ഭാഗ്യമെന്ന് ചോദിക്കട്ടെ. ഈ പ്രപഞ്ചം ചോദിക്കട്ടെ, സൃഷ്ടികൾ ചോദിക്കട്ടെ. പരിശുദ്ധ മറിയോടെ എല്ലാം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ മറിയോടെ എല്ലാം മഹത്വപ്പെടട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും മറിയത്തിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. അവേ മരിയ, അവേ മരിയ, അവേ മരിയ. വചനത്തെ ഹൃദയത്തിൽ വിശ്വസിച്ച് ഉദരത്തിൽ മാംസം ധരിപ്പിച്ചു. മറിയോടെ ആരെയും നോക്കിയില്ല, വിളിച്ചവനെ മാത്രം നോക്കി, ദൈവത്തെ മാത്രം നോക്കി. താൻ ഉപേക്ഷിക്കപ്പെടുമെന്നും ഒക്കെ മറിയത്തിന് അറിയാമായിരുന്നു. കാരണം താൻ ഗർഭം ധരിച്ചുവെന്ന് ജോസഫ് പറഞ്ഞാൽ അവൻ തന്നെ സ്വീകരിക്കില്ല. സംഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ, മുമ്പിലുള്ള മരണത്തിന്റെ അവസ്ഥകൾ മറിയം കണ്ടിരുന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, ഞാൻ കർത്താവിന്റെ ദാസിയാണ്. തനിക്ക് ലഭിച്ച വചനത്തെ തൻ്റെ പ്രാണനോട് സ്നേഹിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് ആ വചനത്തെ മാംസം ധരിപ്പിച്ച് ലോകരക്ഷകനെ യേശുക്രിസ്തുവിനെ പരിശുദ്ധ അമ്മ നമുക്ക് തന്നു. പക്ഷെ മറിയം വഴി നമുക്ക് യേശു ലഭിച്ചത് കൊണ്ടാണ് നമുക്ക് രക്ഷകനുണ്ടായത്. നമുക്ക് രക്ഷകനുണ്ടായത്, നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ ഒരു വഴി നമുക്ക് തുറന്നു കിട്ടിയത്, നമുക്ക് പ്രത്യാശയും വിശ്വാസവും ഉണ്ടായത് യേശുവിന് ലഭിച്ചത് കൊണ്ടാണ്. യേശു ക്രിസ്തുവിനെ പരിശുദ്ധ കന്യാമറിയം വായിക്കുന്നു. ലുക്കായുടെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായം 52-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. അപ്പോൾ യേശുവിൻ്റെ ജനനം മുതൽ 30 വയസ്സുള്ള കാലഘട്ടം ജ്ഞാനത്തിലും പ്രായത്തിലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. യേശു താൻ ആയിരുന്ന ഓരോ പ്രായത്തിലും താൻ ആയിരിക്കേണ്ട പരിശുദ്ധിയിൽ ദൈവത്തിൻ്റെ മനുഷ്യരുടെ മുമ്പിൽ അവരുടെ പ്രീതിയിൽ വളർന്നു വന്നു എന്നാണ് അർത്ഥം. അതായത് ജ്ഞാനത്തിലും പരിശുദ്ധാത്മാവിലും യേശു വളർന്നു വന്നു. ഹല്ലേലൂയ. ലോകത്തിൻ്റെതായ ഒരു ചാബല്യങ്ങൾ ഏൽക്കാതെ യേശു വളർന്നു. അവിടെയെല്ലാം ജ്ഞാനം, അവിടെ പറയും ജ്ഞാനത്തിൽ യേശു വളർന്നു. ജ്ഞാനമായ തൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ ജ്ഞാനം, വലിയൊരു സമ്പത്ത്, വലിയൊരു നിധി. ജ്ഞാനമായ പരിശുദ്ധ മറിയത്തിൽ നിന്ന് കിട്ടിയ ജ്ഞാനം, ആ ജ്ഞാനമാണ് യേശുവിനെ വളർത്തിയത്, യേശുവിനെ പരിപാലിച്ചത്. പരിശുദ്ധാത്മാവിൽ യേശു നയിക്കപ്പെട്ടു. ലോകത്തിൻ്റെതായ ഒരു ചാബല്യത്തിലും വീഴാതെ ഒരു കുഞ്ഞു വളർന്ന് 5 വയസ്സ് 8 വയസ്സ് 10 വയസ്സാകുമ്പോഴേക്കും മാതാപിതാക്കന്മാർക്ക് വേദനയായി ടെൻഷനായി തൻ്റെ കുഞ്ഞ് എങ്ങോട്ട് പോകും. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് എത്രയോ വലിയ ആകുലതയാണ് മക്കളെക്കുറിച്ച് മാതാപിതാക്കന്മാർക്ക്. കാരണം എന്തു സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. അവരെവിടെ പോയി ഏത് ഗണിയിൽ പോയി വിടുന്നു പറയാൻ പറ്റില്ല. ഇന്നെല്ലാം സ്വാതന്ത്ര്യമാണല്ലോ. എന്തു ചെയ്യാനുള്ള സ്വാതന്ത്ര്യം? ആരെയും പ്രണയിക്കാം, ആരുടെയും കൂട്ടത്തിൽ പോകാം. ഇന്ന് ഇന്റർനെറ്റ് ഉണ്ട്, അറിവ് പകരാൻ വേണ്ടിയിട്ട്. അപ്പനും അമ്മയൊന്നും വേണ്ട മക്കൾക്ക്. എത്രയോ കുടുംബങ്ങൾ, എത്രയോ കുഞ്ഞുങ്ങളാണ് വളർന്നു വന്നൊരു 16, 17, 18 കഴിയുമ്പോഴേക്കും ഞങ്ങൾ സ്വതന്ത്രരാ, ഞങ്ങൾക്ക് തീരുമാനിക്കാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് സ്വന്തം അപ്പനോടും അമ്മോടും പറയാൻ മക്കൾക്ക് മടിയില്ലാത്ത കാലത്ത് അവിടെ ജീവിക്കുന്നത്. ലോകത്തിൻ്റെതായ മോഹങ്ങളിൽ കുടുങ്ങിയാണ് ഇന്നത്തെ യുവതലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യേശുവെക്കുറിച്ച് പറയും, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായി വളർന്നു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതൊരു മാതാപിതാക്കന്മാരുടെ സ്വപ്നമാണ് നിങ്ങളുടെ മക്കള് ദൈവഭയത്തിൽ അവർ പാപം ചെയ്യാതെ ജീവിക്കണമെന്നുള്ളത്.
യേശുക്രിസ്തുവിനെ ജ്ഞാനത്തിലും പ്രായത്തിലും വളർത്തിയ ആ പരിശുദ്ധ അമ്മയെ ആശ്രയിക്കാൻ നമുക്ക്. ഞങ്ങളുടെ മക്കളെ, എൻ്റെ മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ ലോകം തട്ടിക്കൊണ്ടു പോകാതെ, പിശാച് സത്താൻ കടത്തിക്കൊണ്ടു പോകാതെ, പരിശുദ്ധ മറിയമേ, അങ്ങ് യേശുവിനെ ജ്ഞാനത്തിലും പ്രായത്തിലും വളർത്തിയതുപോലെ എൻ്റെ മക്കളെയും വളർത്തണമേ, അവരെ സംരക്ഷിക്കണമേ എന്ന് മറിയത്തോട് പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ സംരക്ഷണം നമുക്ക് ലഭിക്കണം. ആ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വേണ്ടി എത്രമാത്രം പീഡ സഹിച്ചു. ജനിക്കാനൊരിടം കിട്ടിയില്ല. ഒരു കാലി തൊഴുത്തിലാണ് കുഞ്ഞിനെ പ്രസവിക്കുന്നത്. ജനിച്ചു കഴിഞ്ഞു. ഏതാണ്ട് നാൾ കഴിഞ്ഞപ്പോഴേക്കൊണ്ട് ഇതാ ഹെറോദോസ് രാജാവ് യേശുവിനെ വധിക്കാൻ വേണ്ടി പദ്ധതിയുമായിട്ട് കടന്നു വരുന്നു. 2 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുക. അവൻ്റെ ദൂതനിൽ നിന്നും വിവരം കിട്ടിയ ജോസഫ് മറിയത്തെയും ശിശുവിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയാണ്. മരുഭൂമിയിലുള്ള യാത്ര, എത്രയോ ദിവസങ്ങൾ ഒരു കഴുതയുടെ സഹായത്താൽ യാത്രയാണ്. അന്ന് റോഡില്ല, വാഹനങ്ങളില്ല. നടന്ന് എത്രയോ ദിവസങ്ങൾ കൊണ്ടാണ് മരുഭൂമി താണ്ടി അവർ ഈജിപ്തിലെത്തി, കെയ്റോയിലെത്തിയത്. അവിടെ യേശു ഒരു പ്രായം വരെ അവിടെ യേശു വളർന്നത്. അവിടെ ഇന്നും ആ ഭവനമുണ്ട് കെയ്റോയിൽ, ഈജിപ്തിലെ കെയ്റോയിൽ. ഹോളി ഫാമിലി എന്ന് പറയുന്ന ഒരു ചെറിയ ദേവാലയമാണത്. യേശുവും പരിശുദ്ധ അമ്മയും ജോസഫും താമസിച്ച വീട് ഇന്നോട് സൂക്ഷിക്കപ്പെടുന്നുണ്ട്. പിന്നീടാണ് അതിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് അവർ തിരിച്ച് നസ്രത്തിലേക്ക് വരുന്നത്. യേശുവിന് 30 വയസ്സായി. യോർദാനിൽ യേശു പോവുകയാണ്, സ്നാനം സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ്. തൻ്റെ പരസ്യജീവിതം ആരംഭിക്കാറായി. പരിശുദ്ധമ്മ തൻ്റെ പുത്രനെ പിതാവിന് വിട്ടുകൊടുത്തു. അവൾ ഒരു തടസ്സവും ഉന്നയിച്ചില്ല. അവൾക്കറിയാം തൻ്റെ പുത്രൻ കുരിശിൽ മരിക്കുമെന്നറിയാം. അതിനുവേണ്ടി അയക്കപ്പെട്ടത് അവൾക്കറിയാം. ആ പുത്രബന്ധത്തിൻ്റെ പേരിൽ അവൾ തടയുന്നില്ല. പിതാവിൻ്റെ ഹിതം നിറവേറട്ടെ, പുത്രനെ അവൾ വിട്ടുതന്നു. പിതാവ് ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വിട്ടുതന്നു, നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി വിട്ടുതന്നു. അതേപോലെ മറുവശത്ത് കന്യാമറിയം തൻ്റെ ഏകപുത്രനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വിട്ടുതന്നു. പ്രിയപ്പെട്ടവരെ, കുരിശിലേറി മരിക്കുവാൻ അവന് ശക്തി കൊടുത്തത്, അവന് ധൈര്യം കൊടുത്തത് കന്യാമറിയത്തിൻ്റെ സ്നേഹവും അവളുടെ സാന്ത്വനമുള്ള വാക്കുകളുമാണ്. യേശുവിൻ്റെ കുരിശുമരണം, കുരിശുയാത്ര, ആ കുരിശുയാത്ര യേശു പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഇത് മരണത്തിന് വിധിക്കപ്പെട്ട് കണ്ടപ്പോൾ പത്രോസ് ഉൾപ്പെടെ എല്ലാവരും ചെതറി ഓടി 4 വശത്തേക്ക്. അവരെല്ലാം ഭയന്ന് ഓടിപ്പോയി. ഒരാരും പ്രതീക്ഷിച്ചില്ല. അവസാന നിമിഷം യേശു ഒരു അത്ഭുതം പ്രവർത്തിച്ച് രക്ഷപ്പെട്ട് പുറത്തു വരുന്ന അവർ വിചാരിച്ചു. പക്ഷേ കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടപ്പോൾ, പിലാത്തോസിനാൽ വിധിക്കപ്പെട്ടപ്പോൾ പത്രോസെല്ലാം ഓടിപ്പോവുകയാണ്. അതിന് മുമ്പ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു, എനിക്ക് അറിയില്ല, അറിയില്ല, അറിയില്ല. 3 പ്രാവശ്യം തള്ളി പറഞ്ഞു യേശുവിനെ അറിയില്ല എന്ന്. ഒടുവിൽ ഓടിപ്പോയി. എല്ലാവരും ചിതറിക്കപ്പെട്ടു പോയി. എന്നാൽ യേശുവിൻ്റെ അമ്മ മാത്രം പോയില്ല. തൻ്റെ പുത്രൻ്റെ ആ ദാരുണമായി സംഭവിക്കാൻ പോകുന്ന കുരിശുമരണത്തിൽ അവന് ശക്തി പകരാൻ വേണ്ടി ആ അമ്മ അവിടെ നിന്നു. ആ കുരിശുയാത്രയിൽ അമ്മയുണ്ടായിരുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ നമ്മൾ അവസാനം കാണുകയാണ്. എല്ലാ പുരുഷന്മാരും ഓടി ഭയന്നു പോയി. യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം ഭയന്നു. പക്ഷെ പരിശുദ്ധ മറിയം ആ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു. അവളോടൊത്ത് ഒറ്റ ശിഷ്യൻ. ആരാണത്? യോഹന്നാൻ. അതാണ് യോഹന്നാൻ 19:25 പറഞ്ഞിരിക്കുന്നത്. യേശുവിന് കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയം നിന്നിരുന്നു. യേശു താൻ സ്നേഹിച്ച ശിഷ്യനും തൻ്റെ അമ്മയോടെ നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. യേശുവിന് അമ്മ ഓടിപ്പോയില്ല. ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. യോഹന്നാൻ ഓടിപ്പോയില്ല. യോഹന്നാൻ അവിടെ നിന്നു. എന്തുകൊണ്ടാണ് യോഹന്നാൻ ഓടിപ്പോകാതിരുന്നത്? എന്തുകൊണ്ടാണ് യോഹന്നാൻ ഓടിപ്പോകാതെ അവസാന നിമിഷം വരെ? അവനെ പിടിച്ചാൽ അവനെ അവർ കൊന്നുകളയും. അവനറിയാതെ. പക്ഷെ അവൻ ഓടിയില്ല. അവസാനം നമ്മളവനെ കാണുകയാണ് കുരിശിന്റെ ചുവട്ടിൽ. എന്തുകൊണ്ടായിരിക്കാം അവൻ ഓടിപ്പോകാതിരുന്നത്? അവൻ യേശുവിനുള്ള സ്നേഹത്തെക്കാൾ അധികമായി അവനെ സ്നേഹിച്ചത് യേശുവിൻ്റെ അമ്മയാണ്. എല്ലാവരും ചിത്രിക്കപ്പെട്ടു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ തകർന്നു പോകുന്നവൻ കണ്ടു. സ്വന്തം പുത്രന്റെ ദാരുണമായ ആ കൊലപാതകം വേലി കാണേണ്ട
കാണുന്ന അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട്, അവളെ ധൈര്യപ്പെടുത്തിക്കൊണ്ട്, സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചത് യോഹന്നാനാണ്. ഹല്ലേലൂയ. അമ്മയ്ക്ക് അവിടെ സാന്ത്വനം വേണമായിരുന്നു. അവളുടെ ഹൃദയം തകർന്നു. അവളുടെ ഹൃദയം അതിയായിട്ട് തകർന്നു. നമ്മൾ വിചാരിക്കരുത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് ഇതൊക്കെ അങ്ങ് സംഭവിച്ചു എന്ന്. ഒരിക്കലും അല്ല പ്രിയപ്പെട്ടവരെ. ശിമോൻ ദീർഘദർശി പറഞ്ഞിരുന്നല്ലോ, നിന്റെ ഹൃദയത്തിലെ വാള് കടന്നു പോകും. ഇതാ അവിടെ മറിയത്തിന്റെ ഹൃദയത്തിൽ കടന്നുപോയ വാള് യേശു സഹിച്ച സകല പീഡകളും അവരുടെ ഹൃദയത്തെ, മനസ്സിനെ അതിദാരുണമായി തകർത്തിരുന്നു. ആത്മാവിന്റെ മനസ്സിന്റെ തകർച്ചയാണ് ഹൃദയത്തിന്റെ തകർച്ച. ആ ഹൃദയ തകർച്ചയിൽ അവളെ ചേർത്ത് പിടിച്ച് നിർത്തിയത് യോഹന്നാൻ എന്ന ശിഷ്യനാണ്. അവൻ ഓടിപ്പോയില്ല, കാരണം യേശുവിന്റെ അമ്മ അവിടെയുണ്ട്. അവൻ അവളെ വിട്ടുപോകാൻ സാധ്യമല്ല. കാരണം യോഹന്നാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സ്വന്തം അമ്മയേക്കാൾ അധികമായി യോഹന്നാൻ സ്നേഹിച്ചത് യേശുവിന്റെ അമ്മയായിരുന്നു. യേശുവിനെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പോയില്ല. മരിക്കേണ്ടി വന്നാലും ഞാൻ യേശുവിന്റെ അമ്മയെ വിട്ടുപോകില്ല. അന്ന് ഈശോ അവനെ അമ്മയെ ഏൽപ്പിച്ച് കൊടുത്തിട്ടില്ല. പക്ഷെ യോഹന്നാൻ തീരുമാനിച്ചു, ഞാൻ പോകില്ല, അമ്മ ഇട്ട് ഞാൻ അവിടുന്ന് പോകില്ല, എന്നെ ഇവർ കൊന്നാലും വേണ്ടി ഞാൻ പോകില്ല. അത് അവൻ്റെ തീരുമാനമായിരുന്നു. അമ്മയുടെ കൂടെ അവൻ നിന്നു. അവിടെ യോഹന്നാൻ സുവിശേഷം അതേ അധ്യായത്തിൽ പറയുന്നുണ്ട്, എല്ലാം നിറവേറി കഴിഞ്ഞു എന്ന് യേശു കണ്ടു. എല്ലാം നിറവേറി. അവസാനത്തെ യേശുവിൻ്റെ ദൗത്യമായിരുന്നു യോഹന്നാനെ തൻ്റെ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. താൻ സ്നേഹിച്ച ശിഷ്യനോട് പറയാണ്, ഇതാ നിന്റെ അമ്മ. അവളോട് പറയും, ഇതാ നിന്റെ മകൻ. അവിടെ വെച്ച് യോഹന്നാൻ അവളെ സ്വീകരിച്ചു. പിന്നീട് യേശു അവിടെ ഒരു വലിയ നിയോഗമാണ് യോഹന്നാൻ കൊടുത്തത്. ഇവൾ എൻ്റെ അമ്മയാണ്, ദൈവത്തിൻ്റെ പുത്രന് ജന്മം നൽകി എൻ്റെ അമ്മയെ നോക്കുവാൻ, സംരക്ഷിക്കുവാൻ യോഹന്നാനെ നീ മതിയായവനാണ്, നീ യോഗ്യനാണ്. ഇതാ എൻ്റെ അമ്മയെ നിനക്ക് ഞാൻ ഏൽപ്പിച്ചു തരികയാണ്, നീ അവളെ സംരക്ഷിക്കണം. അവിടെ യോഹന്നാൻ അവളെ സ്വീകരിച്ചു സ്വന്തം അമ്മയായിട്ട്. യേശു യോഹന്നാനെ കുറിച്ച് പിന്നെ പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 21 വചനത്തിന് ശേഷം വായിക്കുകയാണ്. പത്രോസ് ഈശോയോട് ചോദിച്ചു, ഇവന്റെ കാര്യമോ? യേശു പറഞ്ഞു, ഞാൻ വരുന്നത് വരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? ഞാൻ വരുന്നത് വരെ ഇവൻ ജീവിച്ചിരിക്കണം. ഞാൻ രണ്ടാമത് വരുന്നത് വരെ, ലോകത്തെ വിധിക്കാൻ വേണ്ടി ഞാൻ വരുന്നത് വരെ ഇവൻ ജീവിച്ചിരിക്കണം. അപ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചു യോഹന്നാൻ മരിക്കുകയില്ല എന്നാണ് ഈശോ പറഞ്ഞത്. എന്നാൽ മരിക്കില്ലെന്നല്ല, മറിച്ച് ഞാൻ വരുന്നത് വരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ യോഹന്നാൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. അവൻ ശരീരത്തിൽ അവൻ മരിച്ചു. യേശു ഏൽപ്പിച്ചു കൊടുത്ത ഒരു വലിയൊരു അഭിഷേകമാണ് അവിടെ കൊടുത്തത്. തൻ്റെ അമ്മയെ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും ഒരു അഭിഷേകമാണ് ഇതാ നിന്റെ അമ്മ എന്ന വാക്കിലൂടെ അവിടെ യോഹന്നാൻ മേൽ പകർന്നു കൊടുത്തത്. ആ യോഹന്നാൻ മരിച്ചു, ശരീരത്തിൽ മരിച്ചു. കലാകാലങ്ങളിൽ യേശുവിൻ്റെ അമ്മ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അനേകം യോഹന്നാന്മാരിലൂടെ. ഓരോ തലമുറകളിലും ആ അഭിഷേകം, ഇതാ നിന്റെ അമ്മയെന്ന് പറഞ്ഞ് യേശു ഏൽപ്പിച്ചു കൊടുത്ത, അമ്മ ഏൽപ്പിച്ചു കൊടുത്ത ആ അഭിഷേകം ഇന്നലെയും ഇന്നും നാളെയും അവസാനം യേശു വരുന്നവരെയും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. പക്ഷെ അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഒരു വശത്ത് യേശുവിന് വ്യക്തമായിട്ട് അറിയാം, താൻ പോയി കഴിയുമ്പോൾ സാത്താൻ തൻ്റെ അമ്മയ്ക്കെതിരെ തിരിയും, തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു അമ്മയ്ക്കെതിരെ തിരിയുമെന്ന് യേശുവിന് അറിയാം. അതുകൊണ്ടാണ് ഒരു അഭിഷേകത്തെ അയച്ചുകൊണ്ട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാന് തൻ്റെ അമ്മ ഏൽപ്പിച്ചു കൊടുത്തത്. ആ യോഹന്നാന് ശേഷം ഈ നാളുവരെയും അനേകം യോഹന്മാരുണ്ടായി. അവരെല്ലാം ഓരോ തലമുറകളിലും പരിശുദ്ധ അമ്മയെ ഏറ്റുപറഞ്ഞു. പരിശുദ്ധ അമ്മ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയി. പക്ഷെ പരിശുദ്ധ അമ്മയ്ക്കെതിരായ ശത്രുവിന്റെ ആക്രമണങ്ങൾ അത് ലോകം വ്യാപകമായി ഉണ്ടായി. ഈ ലോകത്ത് ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ട സ്ത്രീ പരിശുദ്ധ കന്യാമറിയമാണ്. ശത്രുവിന്റെ നേരിട്ടുള്ള ആക്രമണത്തിനിരയായ ഒരേ ഒരുവൾ പരിശുദ്ധ കന്യാമറിയമാണ്. ലോകത്തിലെ അനേകം മനുഷ്യരിലൂടെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് അനേകര് കന്യാമറിയത്തെ ആക്രമിച്ചു. മനസ്സിലാക്കാതെ ഒരു ശത്രുവിനെ പോലെ അവളെ കരുതി.
അവർക്ക് അവൾ ശത്രുവായിരുന്നു. അവളോട് പ്രാർത്ഥിക്കുന്ന കത്തോലിക്കര്, യാക്കോബക്കാർ, ഓർത്തഡോക്സുകാർ ആരൊക്കെ അവളോട് പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്ക് ശത്രുക്കളായിട്ട് മാറി. ദുഷിക്കാനും അപകസിക്കാനും കുറ്റം പറയാനും നിന്ദ്യമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ബന്ധത്തെ തകർത്ത് കളയാനും വേണ്ടി അനേകർ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അനേകം പേര് വിജയിച്ചിട്ടുമുണ്ട്. സത്യം അറിയാതെ അനേകര് പക്ഷെ നമ്മെ തള്ളിപ്പറഞ്ഞു പോയി. അന്ന് യേശു കുരിശിൽ മരിച്ചപ്പോൾ ഓടിപ്പോയ ശിഷ്യന്മാരെ പോലെ ഭയന്ന്, തെറ്റിദ്ധാരണ പേരില് തങ്ങളും പിടിക്കപ്പെടും ആക്രമിക്കപ്പെടുന്നത് ഭയന്ന് ഓടിപ്പോയ ശിഷ്യന്മാരെ പോലെ തെറ്റായ അറിവിൻ്റെ പേരിൽ, ധാരണയുടെ പേരിൽ അനേകം ആൾക്കാർ പരിശുദ്ധമായി ഉപേക്ഷിച്ചു പോയി. വസ്തുത അവളെ സ്വീകരിച്ചിരുന്നെങ്കിൽ, അവളെ സ്നേഹിച്ചിരുന്നെങ്കിൽ, അവളെ സംരക്ഷിച്ചിരുന്നെങ്കിൽ എത്രയോ അധികമായ ലോകത്തിൽ പരിശുദ്ധ കന്യാമറിയം മഹത്വപ്പെടുമായിരുന്നു. എൻ്റെ ആത്മജീവിതത്തിൻ്റെ 37 വർഷത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് പ്രഭാതത്തിലും ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ എൻ്റെ അമ്മേ, അവിടുന്ന് എൻ്റെ പരിചയമാണ്, അവിടുന്ന് എൻ്റെ പാറയാണ്, അവിടുന്ന് എൻ്റെ കോട്ടയാണ്, എൻ്റെ ശക്തിയും എൻ്റെ ബലവും അവിടുന്നാണ് മാതാവേ. ദാവീദ് പറഞ്ഞ വചനമാണ് 18 സങ്കീർത്തനം 18-ലും 27-ലും ഒക്കെ. ദൈവത്തോട് പറയുക, കർത്താവേ അവിടുന്ന് എൻ്റെ പാറയാണ്, അവിടുന്ന് എൻ്റെ കോട്ടയാണ്, അവിടുന്ന് എൻ്റെ ശക്തിയാണ്, അവിടുന്ന് എൻ്റെ ബലമാണ്, അവിടുന്ന് എൻ്റെ സംരക്ഷണ കവചമാണ്, അവിടുന്ന് എൻ്റെ പരിചയമാണ്. അതെ, ദൈവം കർത്താവ് എനിക്ക് പാറയും എൻ്റെ കോട്ടയും എൻ്റെ ശക്തിയും എൻ്റെ ബലവുമാണ്. മറുവശത്ത് കന്യക മറിയം എൻ്റെ പാറയാണ്, എൻ്റെ കോട്ടയാണ്, എൻ്റെ ശക്തിയാണ്, എൻ്റെ ബലമാണ്, എൻ്റെ പ്രത്യാശയാണ്, എൻ്റെ പരിചയമാണ് അവള്. ഹല്ലേലൂയ. കാരണം ഞാൻ അത്രമാത്രം ആഴത്തിൽ അറിഞ്ഞു, അത്രമാത്രം ഞാൻ പരിശുദ്ധ അമ്മയെ മനസ്സിലാക്കി. ആ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തിട്ടല്ല പറയുന്നത്. യേശുക്രിസ്തുവിനെ ഉദരത്തിൽ 10 മാസം വഹിച്ച ഒരമ്മയ്ക്ക് തന്റെ പുത്രനോടുള്ള ബന്ധം, ആ പുത്രന് അമ്മയോടുള്ള ബന്ധം എത്രയോ ആർക്കും മുറിച്ചു കളയാൻ പറ്റാത്തതാണ്. ആ ബന്ധം, ആ ബന്ധത്തിന് ആഴത്തിൽ നിന്നോട് ഞാൻ പറയുന്നത്, പരിശുദ്ധമ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാറയും എൻ്റെ കോട്ടയും എൻ്റെ ശക്തിയും എൻ്റെ ബലവുമാണ്. അത് പറയാൻ അഭിമാനിക്കുകയാണ്. കാരണം ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നതിന് കാരണം പരിശുദ്ധ മറിയമാണ്. ഞാൻ ഈ കാലമെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ, ഞാൻ പ്രഘോഷിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ വരണമെങ്കിൽ എനിക്കൊരു നിയമമുണ്ട്. അവിടെ പരിശുദ്ധ മറിയം ഉണ്ടായിരിക്കണം. എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ അർപ്പിക്കുന്ന ജപമാലകൾ, ആ ജപമാലകളിലൂടെ എനിക്ക് ലഭിക്കുന്ന കൃപ, എന്നിൽ വസിക്കുന്ന അഭിഷേകം ഉണരുകയാണ്. ഞാനൊരു ജപമാല അർപ്പിക്കാതെ ഈ സ്റ്റേജിൽ വന്നാൽ എനിക്കൊന്നും കിട്ടില്ല. വെള്ളം നനഞ്ഞ വിറക് പോലെ നിൽക്കേണ്ടി വരും. എനിക്കറിയാം, അത് എൻ്റെ അനുഭവമാണ്. പക്ഷേ ഓരോ ശുശ്രൂഷയ്ക്ക് മുമ്പ് ഞാൻ അർപ്പിക്കുന്ന ഓരോ ജപമാലകൾ, അത് എത്രയോ 183 മണി ജപങ്ങൾ, എത്രമാത്രം ചൊല്ലാം അത്രമാത്രം അതിൻ്റെ ആത്മാവിനെ തീയായിട്ട് മാറും. അതിൻ്റെ ആത്മാവിൽ കത്തിപ്പടരും, അതിൻ്റെ ആത്മാവിനെ ഉണർത്തും. എനിക്ക് നിർജീവമായ ഒരു ശുശ്രൂഷ എനിക്ക് ചെയ്യാൻ സാധ്യമല്ല. ഞാൻ ശുശ്രൂഷയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കർത്താവിന്റെ ശക്തി ഇറങ്ങി വരണം. എൻ്റെ ആവശ്യമാണത്. ഞാൻ ഒരു ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ശക്തി വന്നിരിക്കണം. എൻ്റെ ആവശ്യമാണത്. അവൾ വരുമെന്നുള്ള എൻ്റെ ഉറപ്പാണ്. അതിൻ്റെ കാരണം സ്ത്രീയായ പരിശുദ്ധ മറിയത്തിൻ്റെ എൻ്റെ പേരുള്ള കരുണയും സ്നേഹവുമാണ്. അതാണ് എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. അതാണ് എൻ്റെ ആത്മാവിനെ ഉണർത്തുന്നത്, എന്നെ ഉജ്ജ്വലിപ്പിക്കുന്നത്. എന്നെ സഹായിക്കുന്ന ഘടകമാണ് ജപമാല പ്രാർത്ഥന.